സമയം രാവിലെയാണ് 6:30. സോ എഴുന്നേറ്റു. നമ്മൾ കുളിച്ച് വന്ന് പല കഴിച്ച് റെഡി ആവട്ടെ, അമ്പലത്തിൽ പോകും. അങ്ങനെ ഇതാ ഞങ്ങളൊക്കെ റെഡിയായി വേഗം ഇറങ്ങി കേട്ടോ. അമ്മയും വാവയും ഇതാ പോകുന്നുണ്ട്. ഹസ്ബൻഡ് ഓൾറെഡി ഫ്രണ്ടിൽ പോയി. ഞാൻ ഇതേ കുറേ ബാഗൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അത് നിറച്ച് വാവയുടെ സാധനങ്ങളാണ് കേട്ടോ. കാരണം ഞങ്ങൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ലേറ്റ് ആകും. ഏകദേശം ഒരു ഉച്ചമുക്കാലൊക്കെ ആകുന്നത് കൊണ്ട് തന്നെ അതിൽ വാവയുടെ ടോയ്സും അവന് ബോറടിക്കാതിരിക്കാൻ അവൻ്റെ ഉള്ള ടോയ്സും, പിന്നെ അവന് ചേഞ്ച് ചെയ്യാനുള്ള ഡയപ്പറും, എക്സ്ട്രാ ഒരു ഡ്രസ്സും, പിന്നെ അവന് കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ബാഗിലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ ബർദുബായിലുള്ള ശ്രീകൃഷ്ണ ടെമ്പിളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും പോകാറുള്ള അമ്പലം തന്നെയാണ് കേട്ടോ. ഇതാ കാണുന്നതാണ് അമ്പലം. ആ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോഴാണ് കേട്ടോ അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ പറ്റുക. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു ഇതൊക്കെയാണ് കേട്ടോ. കാരണം നമ്മുടെ കേരള സ്റ്റൈലല്ല. അങ്ങനെ നല്ല രസമാണ് കേട്ടോ. ഈ അമ്പലത്തിൽ എപ്പോഴും നല്ല തണുപ്പാണ്, പിന്നെ നല്ല കാറ്റും. നമുക്ക് ഒരു പീസ്ഫുൾ മൈൻഡ് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. നല്ല രസമാണ്. പിന്നെ എപ്പോഴും ഈ അമ്പലത്തിൽ എന്തെങ്കിലും നമുക്കൊരു ഫുഡ് ഐറ്റംസ്, എന്തെങ്കിലും പായസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എപ്പോഴും കിട്ടും കേട്ടോ. അതാണ്ട് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടോ അവിടെ. പിന്നെ ഈ അമ്പലത്തിന് സൈഡിലൊക്കെ ആയിട്ട് കുറേ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് കേട്ടോ. അവിടെ പൂജാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും എപ്പോഴും. നല്ല രസമാണ്. നല്ല മുല്ലപ്പൂവിൻ്റെ ഒക്കെ മണമാണ് കേട്ടോ. കാരണം അവിടെ മുല്ലപ്പൂവൊക്കെ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ അതുവഴിയൊക്കെ നടന്ന് അതൊക്കെ കാണുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നടന്ന് കുറച്ചങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇതൊരു വോക്ക് വേ ആണ്. വോക്ക് വേയുടെ രണ്ട് സൈഡിലും, വോക്ക് വേ എന്നൊന്നും പറയാൻ പറ്റില്ല, കുറേ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ മെയിൻലി ഇതൊക്കെ ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയിട്ടുള്ള കടകളൊക്കെയാണ്. പിന്നെന്താ, നല്ല രസമാണ് കേട്ടോ. ഓരോ കടകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം അന്ന് സൺഡേ ആയിരുന്നു. പിന്നെ നമ്മൾ രാവിലെയാണല്ലോ അമ്പലത്തിൽ പോകുന്നത്. അപ്പം ഏകദേശം ഒരു 9 o'clock കഴിയാണ്ട് എല്ലാ കടകളും തുറക്കില്ല. അപ്പോൾ ഞങ്ങളിതാ അതൊക്കെ നോക്കി പോവാണ്. ഫുള്ള് സ്പൈസസ് ആണ് കേട്ടോ. ആ കാണുന്നതൊക്കെ സ്പൈസസ് ആണ്. പിന്നെ ബാഗുണ്ട്, ക്ലോത്ത്സ്, അങ്ങനെ ഡ്രസ്സുകൾ കുറേ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. എനിക്കറിയില്ല, ഭയങ്കര നല്ല സ്മെല്ലാണ്. ഇവിടെ നമുക്ക് കുറേ വെറൈറ്റി ഓഫ് ഡ്രസ്സ് കാണാൻ പറ്റും കേട്ടോ. ഇതാ കാണുന്നതൊക്കെ കണ്ടോ, ഭയങ്കര ഹെവി വർക്കായിട്ടുള്ള, എനിക്ക് തോന്നുന്നു അത് ബോയ്സിൻ്റെ കോട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ഗേൾസിൻ്റെ ആണോയെന്ന് അങ്ങനെ പോലും എനിക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഓരോന്നും കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഇതാ ചെറിയ ചെറിയ പൗച്ചസ്, പിന്നെ നമ്മുടെ ചെറിയ പില്ലോസ്, കുഷൻസിൻ്റെ ഒക്കെ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ കാഴ്ച കണ്ടതാ ഇതുപോലെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് പാത്രങ്ങൾ, നല്ല സെറാമിക്കിൻ്റെ ഭയങ്കര ഒത്തിരി ഡിസൈനൊക്കെ ഉള്ള പാത്രങ്ങൾ, ഒരു ഡിസൈനർ പാത്രത്തിൻ്റെ ഷോപ്പാണെന്നൊക്കെ പറയാം. പിന്നെ ഇതൊക്കെ എന്തൊക്കെ കളറിൽ കുറേ സാധനങ്ങൾ, ഇത് എന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ എല്ലാത്തിനും നല്ല സ്മെല്ലാണ്. ഇത് ആ കാണുന്ന അറബിച്ചേട്ടനെ കണ്ടപ്പോൾ സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടോ അത് ഒറിജിനലായിരിക്കുമെന്ന്. പക്ഷേ ഇത് ഡമ്മിയായിരുന്നു. പിന്നെ കുറേ പാത്രങ്ങളിലും, പിന്നെ നമ്മുടെ സ്പൂണ്, അതൊക്കെ തടിയും കൊണ്ടൊക്കെ ഉള്ള സ്പൂണാട്ടോ, വുഡൻ്റെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വെറുതെ എല്ലാം നോക്കുന്നുള്ളൂ കേട്ടോ. അതിനൊന്നും വാങ്ങാനൊന്നും ഉദ്ദേശമൊന്നും ഉണ്ടായില്ല. പക്ഷെ എല്ലാം നമ്മൾ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നല്ല ലൈറ്റിനുള്ള കട, നല്ല രസമാണ് കേട്ടോ. പിന്നെ കുറേ പുരാതനമായ പാത്രങ്ങളുടെ കട, അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ എല്ലാം കണ്ട് നടന്ന് ഈ പാത്രം എന്നെ ഭയങ്കരമായിട്ട് മാടി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മേടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മേടിച്ചില്ല. കാരണം ഇതൊരു വെറുതെ ഷോയ്ക്ക് വയ്ക്കാമെന്നല്ലാതെ വേറെ യൂസൊന്നും ഉണ്ടാവില്ല. നമ്മളിതിലെല്ലാം ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ അങ്ങോട്ടേ അവിടെ ഒരു കടത്ത് പോലെയാണ്. കടത്തെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബോട്ടിൽ അപ്പുറം അങ്ങോട്ടും അക്കരയ്ക്കുമ്പോൾ ഇക്കരയ്ക്കും വരാമെന്നുള്ള രീതിക്ക് 1 dirhams ആണ് വൺ വേ അങ്ങോട്ട് പോകുന്നതിന്, തിരിച്ച് വരുന്നതിനും 1 dirhams. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിലൊക്കെ നേരത്തെ കയറിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ കയറാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങളിതാ കാറ് കിടക്കുന്ന അങ്ങോട്ട് പോവാണ് കേട്ടോ. സൺഡേ ആയിരുന്നതുകൊണ്ട് പാർക്കിംഗ് ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് സ്ലോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ നടന്നു. അവസാനം ദൂരെയാണ് കേട്ടോ പാർക്കിംഗ് സ്ലോട്ട് കിട്ടിയത്. അങ്ങനെ ഇതാ ഒരു വലിയ നടപ്പിന് ശേഷം കുറേ നേരം ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് കാറിൽ കയറി അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. പാവയാകെ ടയേർഡായിട്ടോ, ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ ഇവിടെയൊക്കെ. അങ്ങനെ ഇതാ ഞങ്ങൾ റൂമിലെത്തി. ഇപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. ബൈ.